ഹായ് മക്കളെ, വെൽക്കം ടു ക്രിസാലിസ് ലേണിംഗ് ആപ്പ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്രാവിറ്റേഷൻ എന്നുള്ള ചാപ്റ്ററിൽ അവസാനത്തെ സെഷനിൽ എത്തിയിട്ടുണ്ട്. ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഇനി ഓർബിറ്റൽ വെലോസിറ്റി നമ്മൾ പറഞ്ഞു. ഓർബിറ്റ് അടിക്കുന്ന സമയത്ത് സാറ്റലൈറ്റ് അവിടെ ഉണ്ടാവുന്ന എനർജികൾ നമുക്കത് പറയേണ്ടതുണ്ട്. പിന്നെ എസ്കേപ്പ് വെലോസിറ്റി ഉണ്ട്, പിന്നെ കെപ്ലറിൻ്റെ 3 ലോസ് ഉണ്ട്. അതോടെ ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. ഓക്കെ, കൂടെ പോകുന്നുണ്ടേ, ശ്രദ്ധിച്ചു. So kinetic energy, potential energy, total energy for an orbiting satellite. ഒരു മാസ് ഉള്ള ഒരു സാറ്റലൈറ്റ് ഇങ്ങനെ ഓർബിറ്റ് കൂടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചു. ആ സാറ്റലൈറ്റിക്ക് ഡിസ്റ്റൻസ് സ്മോൾ ആർ ആണ്, അഥവാ എർത്തിൻ്റെ റേഡിയസും പ്ലസ് അങ്ങോട്ടേക്കുള്ള ഹൈറ്റും. എർത്തിൻ്റെ മാസ് എം ആണ്. ഈ കറുപ്പ് കളറിൽ കാണാൻ പറ്റുന്ന നിങ്ങളുടെ ഓർബിറ്റിൻ്റെ പാത്താണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ടോട്ടൽ എനർജി കാണണം. നിങ്ങൾ ഇക്വേഷൻസ് മാത്രം പഠിച്ചാൽ മതി ചങ്ങായിമാരെ. പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള ഇക്വേഷൻ, പൊട്ടൻഷ്യൽ എനർജി U ഈസ് ഈക്വൽ ടു -GM സ്മോൾ എം ബൈ ആർ. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള ഇക്വേഷൻ. ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞാൽ എർത്തിന്റെ മാസാണ്, സ്മോൾ എം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാറ്റലൈറ്റിന്റെ മാസാണ്, ആർ എന്ന് പറഞ്ഞാൽ എർത്തിന്റെ സെന്ററിൽ നിന്ന് സാറ്റലൈറ്റിലുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് ആണ്. നെക്സ്റ്റ് വൺ കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു, ഇക്വേഷൻ പഠിച്ചു വെക്കുക, GM സ്മോൾ എം ബൈ 2 ഇൻറ്റു ആർ ആണ്. അപ്പം ഞാൻ പൊതുവെ ഇത് എഴുതുക 1/2 ഇൻറ്റു GM ബൈ ആർ. നമുക്ക് അങ്ങനെ എഴുതുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. 1/2 into GM small m by r. Okay. Then last one, total energy is equal to kinetic energy plus potential energy. സം ചെയ്യുക, കൈനറ്റിക് എനർജി 1/2 ഇൻറ്റു GM സ്മോൾ എം ബൈ ആർ ആണ്, പ്ലസ് പൊട്ടൻഷ്യൽ എനർജി -GM സ്മോൾ എം ബൈ ആർ ആണ്. സോ യു വിൽ ഗെറ്റ് ടോട്ടൽ എനർജി -1/2 ഇൻറ്റു GM സ്മോൾ എം ബൈ ആർ ആണ്. ഓക്കെ, സ്മോൾ എം ബൈ ആർ ആണ്. സോ ദാറ്റ് ഈസ് നമുക്ക് ഓവറോൾ ആയിട്ട് പറയാൻ പറ്റും, പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ടോട്ടൽ എനർജി. എടാ, ടോട്ടൽ എനർജിനെ ഇൻറ്റു 2 ചെയ്ത് നോക്കുക. അപ്പോൾ രണ്ടും ക്യാൻസൽ ആവും. അപ്പോൾ എന്താ ആൻസർ വരിക? -GMM ബൈ ആർ ആയിട്ട് മാറും. അതാണ് എന്ത്? പൊട്ടൻഷ്യൽ എനർജി. കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരാളും കൂടെ പിടിച്ചോ, കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ടോട്ടൽ എനർജി. എങ്ങനെയുണ്ട് കോൺസെപ്റ്റ്? ശ്രദ്ധിച്ചോ. ഇതല്ലേ ടോട്ടൽ എനർജി, അതിന് മൈനസ് അടിക്കുക. അപ്പം അതിന് ഇൻറ്റു ഒരു മൈനസ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ മൈനസും പ്ലസ് ആകും. സോ 1/2 ഇൻറ്റു GM ബൈ ആർ, അതാണെന്ത്? കൈനറ്റിക് എനർജി. ഇത്രയുള്ള പരിപാടി. ഇക്വേഷൻസ് പഠിച്ചു വെക്കുക. സോ നേരെ നമുക്ക് പ്രോബ്ലം ചെയ്യാം കേട്ടോ. 2 satellites A and B having their masses ratio 4:3 are revolving in circular orbit. എടാ, മാസ് റേഷ്യോ തന്നു. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതി വെക്കാം. ബ്ലൂ പിടിക്കാം നമുക്ക്. മാസ് ഓഫ് എ ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ബി ഈസ് ഈക്വൽ ടു 4:3. ദാറ്റ് മീൻസ് 4/3. ഓക്കെ, റിവോൾവിങ് ഇൻ സർക്കുലർ ഓർബിറ്റ് ആയിക്കോട്ടെ. സർക്കുലർ ഓർബിറ്റൂടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന 2 സാറ്റലൈറ്റ് ഉണ്ട്, എ ഉണ്ട്, ബി ഉണ്ട്. ആ 2 ഓർബിറ്റിൻ്റെ റീഡിംഗ് അല്ല, ഓർബിറ്റിൻ്റെ റീഡിംഗ് അല്ല, റേഡിയസ് ആണ് കേട്ടോ. റേഡിയസ് ആണ് 3r 4r തന്നിട്ടുള്ളത്. ഓക്കെ, സോ റേഡിയസിൻ്റെ റേഷ്യോ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. റേഡിയസ് ഓഫ് എ ബൈ റേഡിയസ് ഓഫ് ബി. നമുക്ക് റേഷ്യോ വേണ്ട, 2 റേഡിയസും തന്നിട്ടുണ്ട്. സോ എ എന്ന് പറയുന്ന സാറ്റലൈറ്റ് കറങ്ങുന്ന റേഡിയസ് 3r ആണ്, ബി എന്ന് പറയുന്ന സാറ്റലൈറ്റ് കറങ്ങുന്ന റേഡിയസ് 4r ആണ്. സോ ചോദ്യം ഇതാണ്, റേഷ്യോ ഓഫ് കൈനറ്റിക് എനർജി ആണ് ചോദ്യം. സോ കൈനറ്റിക് എനർജി ഓഫ് എ ഡിവൈഡഡ് ബൈ കൈനറ്റിക് എനർജി ഓഫ് ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താണ്? ½ GM സ്മോൾ എം എന്ന് പറഞ്ഞ സാറ്റലൈറ്റിൻ്റെ മാസ്, അത് ഫസ്റ്റത്തെ ബോഡി എ എന്ന് കൊടുക്കുക, ഡിവൈഡഡ് ബൈ റേഡിയസ് RA എന്ന് കൊടുക്കുക, ഓൾ ഡിവൈഡഡ് ബൈ കൈനറ്റിക് എനർജി ഓഫ് സാറ്റലൈറ്റ് ബി എടുക്കുമ്പോൾ ½ ഇൻറ്റു GM ഇൻറ്റു മാസ് ഓഫ് സാറ്റലൈറ്റ് ബി സ്മോൾ എം ബി എന്ന് കൊടുക്കണം, ഡിസ്റ്റൻസ് RB ആയിട്ടും കൊടുക്കണം. എടാ, വെട്ടാളൊക്കെ വെട്ടി മാറ്റിക്കോളി. ഞാൻ ആരെയും വെയിറ്റ് ചെയ്യണം? ആരും വെയിറ്റ് ചെയ്യാറില്ല. ½ GM ഒക്കെ ഒന്ന് വെട്ടി മാറ്റുക.
സോ ബാക്കി വരുന്ന ആൻസറിനെ ഒന്ന് പാകത്തിൽ എഴുതുന്ന സമയത്ത് മാസ് ഓഫ് സാറ്റലൈറ്റ് എ ബൈ റേഡിയസ് ഓഫ് സാറ്റലൈറ്റ് എ ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സാറ്റലൈറ്റ് ബി ബൈ റേഡിയസ് ഓഫ് ബി ആണെങ്കിൽ അത് ഇൻറ്റു ആക്കുമ്പോൾ റേഡിയസ് ഓഫ് ബി ആദ്യം മേലെ കയറണം, എന്നിട്ട് മാസ് ഓഫ് സാറ്റലൈറ്റ് ബി ആയിട്ട് മാറും. ദാറ്റ് ഈസ് ഈക്വൽ ടു, എടാ മാസ് ഓഫ് എ ബൈ മാസ് ഓഫ് ബി, എം എ ബൈ എം ബി ഇവിടെ ഉണ്ട് 4/3, ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 4/3 ഇൻറ്റു ആർ ബി ഇവിടെ ഉണ്ട് 4r. ഓക്കെ, സോ 4r ബൈ ആർ എ തന്നിട്ടുണ്ട് 3r. സോ വീണ്ടും നമുക്ക് ഇവിടെ ആറും ക്യാൻസൽ ആക്കാൻ പറ്റും. ഇത് ചെയ്താൽ നിങ്ങളുടെ ആൻസർ കിട്ടി. ചെയ്തിടുക കേട്ടോ, ഇത്രയേ ഉള്ളൂ പരിപാടി. ഓക്കെ, അങ്ങനെ എനിക്ക് മുന്നോട്ട് പോവാം, നമുക്ക് ടൈം വേസ്റ്റ് ആക്കാനില്ല. നെക്സ്റ്റ് വൺ, എനർജി റിക്വയർഡ് to move a satellite of mass m from an orbit of radius 2r to orbit of radius 3r. എടാ ഒരു 2r റേഡിയസിലുള്ള ഒരു ഓർബിറ്റ് കൂടെ സാറ്റലൈറ്റ് കറങ്ങുന്നുണ്ട്, അതിന് നമ്മൾക്ക് ഒന്നുകൂടി പിടിച്ചിട്ട് 3r റേഡിയസിൽ കറക്കണം. അപ്പോൾ റേഡിയസ് കുറച്ച് കൂട്ടണം. അപ്പോൾ എത്ര എനർജി അവിടെ കുറച്ച് കൂടുതൽ വേണം എന്നുള്ളതാ സിമ്പിൾ പരിപാടിയാണ്. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുന്നത് അറിയോ, ഫോർ റേഡിയസ് 2r റേഡിയസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി കണ്ടുപിടിക്കുക. ടോട്ടൽ എനർജി ഇക്വേഷൻ -1/2 g m സ്മോൾ m ബൈ 2r ആണെങ്കിൽ റേഡിയസ് ഇവിടെ 2r ആയിട്ട് കൊടുക്കുക. എടാ ടോട്ടൽ എനർജി കാണാനുള്ള ഇക്വേഷൻ അത് തന്നെയല്ലേ, -1/2 g m ബൈ 2r. ഓക്കെ, ഇനി 3rലേക്ക് മാറ്റണം. സോ 3rന് കറസ്പോണ്ടിങ് ആയിട്ടുണ്ടാവുന്ന എനർജിയുടെ ഇക്വേഷൻ എഴുതുക. എനർജി ഈസ് ഈക്വൽ ടു -1/2 ഇൻറ്റു ജി എം സ്മോൾ എം ബൈ റേഡിയസ് എന്തായി 3r ആയിട്ട് മാറി. എടാ ഇതാണ് ഫൈനൽ എനർജി ആയിട്ട് മാറുക 3rലേക്ക് മാറുമ്പോൾ. ഇതാണ് ഇനീഷ്യൽ ഉണ്ടാവുന്ന 2r. ഇവരുടെ ആ ചേഞ്ച് കണ്ടാൽ മതി, ആ ചേഞ്ചാണ് നമുക്ക് ആവശ്യമുള്ള എനർജി. സോ എനർജി റിക്വയർഡ് എങ്ങനെ കാണണം, ഇതാണ് ഫൈനൽ എനർജി. അതിൻ്റെ ഇക്വേഷനാണ് -1/2 ജി എം സ്മോൾ എം ബൈ 3r മൈനസ് ഓഫ് ഇനീഷ്യൽ എനർജിയാണ് -1/2 ജി എം സ്മോൾ എം ബൈ 2r. അപ്പോൾ ഈ ഒരു ചേഞ്ച് നമുക്ക് അതിൻ്റെ മൈനസ് ഒന്നും വേണമെന്നില്ല, ആ ഒരു ചേഞ്ച് എത്ര എനർജി അധികം വേണം എന്നാണ് ചോദ്യം, ആ ചേഞ്ച് കണ്ടാൽ മതി. സോ ഇവിടെ മൈനസും പാടെ കൂടുമ്പോൾ എന്താവുന്നു, ഇവിടെ പ്ലസ് ആയിട്ട് മാറുന്നു. ബാക്കി കോമൺ ടേം പുറത്തേക്ക് എടുക്കുക. ആരൊക്കെ കോമൺ, 1/2 കോമൺ ആണ്, ജി എമ്മും കോമൺ ആണ്. സോ ജി എം ബൈ 2 കോമൺ ആക്കിയിട്ടെടുത്താൽ ബാക്കി ഇവിടെ -1/3 ഉണ്ടാകും, പ്ലസ് ഇവിടെ ബാക്കി 1/2 ഉണ്ടാവും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ആൻസർ കിട്ടിയിട്ടുണ്ടാകും. ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, റെഡി. നെക്സ്റ്റ് വൺ, എസ്കേപ്പ് വെലോസിറ്റി. എടാ എന്താണ് എസ്കേപ്പ് വെലോസിറ്റി? ആ പേരൊന്ന് വായിച്ചു നോക്ക്. എസ്കേപ്പ്, എർത്തിന്റെ ഗ്രാവിറ്റിയിൽ നിന്ന് എസ്കേപ്പ് ആയിട്ട് അങ്ങ് തെറിച്ച് പോകണമെങ്കിൽ ഒരു ഒബ്ജക്റ്റ് മിനിമം എത്ര വെലോസിറ്റിയിൽ എറിയണം? ആ വെലോസിറ്റിക്ക് വിളിക്കുന്ന പേരാണ്, ആ മിനിമം വെലോസിറ്റിക്ക് വിളിക്കുന്ന പേരാണ് എസ്കേപ്പ് വെലോസിറ്റി. Minimum velocity given to an object such that it escape out of Earth's gravitational field. അപ്പോൾ ആ എസ്കേപ്പ് വെലോസിറ്റിയുടെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക. എസ്കേപ്പ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2gm by r അല്ലെങ്കിൽ റൂട്ട് ഓഫ് 2gr ആണ്. മക്കളെ ഓർബിറ്റൽ വെലോസിറ്റി ഇക്വേഷൻ നമുക്കറിയാം √gr ആണ്. അപ്പോൾ ഒരു സ്പെഷ്യൽ കണ്ടീഷൻ കിട്ടി, എസ്കേപ്പ് വെലോസിറ്റി ഈസ് ടു ഓർബിറ്റൽ വെലോസിറ്റി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ആൻസർ കിട്ടുക, √2:1 എന്നൊരു ആൻസർ കിട്ടും കേട്ടോ, പഠിച്ചു വെക്കുക. നെക്സ്റ്റ് പോയിന്റ്, എസ്കേപ്പ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു √2 ഇൻറ്റു എന്തായിരിക്കും, ഓർബിറ്റൽ വെലോസിറ്റി. ഓർബിറ്റൽ വെലോസിറ്റി നമ്മൾ പഠിച്ചു 8 ആണ്. സോ √2 ഇൻറ്റു 8 ദാറ്റ് മീൻസ് 8√2 km/s ആണ് എന്ത് വരിക, എസ്കേപ്പ് വെലോസിറ്റി വരിക. അത് ഏത് കേസിൽ നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്യുന്ന കേസ് ഏതെന്നറിയോ, ഫോർ ക്ലോസർ ഓർബിറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് വളരെ ചെറുതാവണം, ഹൈറ്റ് അത്ര ഉണ്ടാവാൻ പാടില്ല എന്നർത്ഥം. ഓക്കെ, പക്ഷെ ഇത് പോരാ, ശ്രദ്ധിച്ചോളെ, 1 by 1 ആയിട്ട് കൂടെ പോരണേ. എസ്കേപ്പ് വെലോസിറ്റി ഇൻ ടേം ഓഫ് ഡെൻസിറ്റി, എർത്തിൻ്റെ ഡെൻസിറ്റിയുടെ ടേമിൽ എസ്കേപ്പ് വെലോസിറ്റി നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, പഠിച്ചു വെക്കുക മക്കളെ. എസ്കേപ്പ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു √8/3 π g ഡെൻസിറ്റി റോ റേഡിയസ് ആറിൻ്റെ സ്ക്വയർ
റേഡിയസ് ആറിൻ്റെ സ്ക്വയർ. അപ്പോൾ ഇതിന് നമുക്ക് കിട്ടുന്നൊരു പോയിന്റ് ആണ് എസ്കേപ്പ് വെലോസിറ്റി പ്രൊപ്പോർഷണൽ ടു ആരൊക്കെ പ്രൊപ്പോർഷണൽ ആണ്? റൂട്ട് ഓഫ് ആർ സ്ക്വയറാ, ദാറ്റ് മീൻസ് ആർ ആണ്. ദെൻ ഡെൻസിറ്റിക്കും പ്രൊപ്പോർഷണൽ ഇല്ല, പക്ഷെ ഡെൻസിറ്റി റൂട്ടിൻ്റെ ഉള്ളിലായതുകൊണ്ട് റൂട്ട് ഡെൻസിറ്റി എന്ന് കാണിക്കണം. അപ്പോൾ ഡെൻസിറ്റിൻ്റെ ടേമിലുള്ള എസ്കേപ്പ് വെലോസിറ്റിയും കിട്ടിയിട്ടുണ്ട്, മാസിൻ്റെ ടേമിലുള്ള എസ്കേപ്പ് വെലോസിറ്റിയും കിട്ടിയിട്ടുണ്ട്. ചില പ്രോബ്ലത്തിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഈ ഡെൻസിറ്റി ടേമിലുള്ള കൺസെപ്റ്റ് യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ചില കേസിൽ ഇത് യൂസ് ചെയ്യേണ്ടി വരും, ചില കേസിൽ ഇത് മതി കേട്ടോ. അപ്പോൾ എല്ലാ കേസിലും എല്ലാ ഇക്വേഷൻസ് ഞാൻ തന്നിട്ടുണ്ട്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ എൻട്രൻസിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഇക്വേഷൻസ് പഠിക്കേണ്ടി വരും. ഇക്വേഷൻസ് പഠിക്കണമാണ് ഏറ്റവും നല്ലത്. കൺസെപ്റ്റ് ക്ലിയർ ആക്കണം, ഇക്വേഷൻസ് പഠിക്കണം, എങ്കിലേ നമുക്ക് പെട്ടെന്ന് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഭയങ്കര ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളല്ല എപ്പോഴും ഉണ്ടാവുക. ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടാവും, പക്ഷേ ഒരുപാട് ഏരിയകൾ പഠിക്കാനുള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ മൈൻഡിലേക്ക് എത്തണം എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ സാധനം കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, എസ്കേപ്പ് വെലോസിറ്റി ഫ്രം ദി സർഫസ് ഓഫ് എർത്ത് ആൻഡ് ഡെൻസിറ്റി. നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞില്ലേ അതിൻ്റെ ഡെൻസിറ്റി. അതിനിവിടെ വെറുതെ വേറെ ഒരു ഹെഡിങ് ഞാൻ കൊടുത്തു, അതേ മേലെ എഴുതിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഹെഡിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, അതേ മേലെ ആ ഒരൊറ്റ പോയിന്റിൽ എല്ലാ കാര്യങ്ങളും ഡെൻസിറ്റി ടേമിലൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നോക്കാം. Two planets A and B have same material density. രണ്ടാൾക്ക് സെയിം ഡെൻസിറ്റി ആണ്. അപ്പോൾ ഡെൻസിറ്റി സെയിം ആണ്. ഡെൻസിറ്റി സെയിം ആണെങ്കിൽ പിന്നെ ഈക്വേഷൻ യൂസ് ചെയ്യേണ്ട ആവശ്യം വരില്ല കേട്ടോ. ഡെൻസിറ്റി സെയിം ആണെങ്കിൽ നമ്മൾ അതിന് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇഫ് ദ റേഡിയസ് ഓഫ് എ ഈസ് ത്രൈസ് ദാറ്റ് ഓഫ് ബി, അതായത് റേഡിയസ് ഓഫ് എ ഈസ് ത്രൈസ് 3 times the radius of B ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ റേഷ്യോ ഓഫ് എസ്കേപ്പ് വെലോസിറ്റി ഓഫ് എ ടു ദി എസ്കേപ്പ് വെലോസിറ്റി ഓഫ് ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. സിമ്പിളാ. എസ്കേപ്പ് വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എന്താണ് ഇക്വേഷൻ? എസ്കേപ്പ് വെലോസിറ്റി √2gr. അപ്പോൾ എ ആണെങ്കിൽ ആർ എ ബൈ എസ്കേപ്പ് ഓഫ് √2g ആർ എ എടുക്കണം, ബി എടുക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു √2g ഒക്കെ ക്യാൻസൽ ആയിട്ട് പോകും. ബാക്കി ഇവിടെ ആരുണ്ടാവുക? റൂട്ട് ഓഫ് ആർ എ ഉണ്ടാകും ബൈ റൂട്ട് ഓഫ് ആർ ബി ഉണ്ടാകും. ഇങ്ങനെ രണ്ട് ടേം അല്ലേ ഇവിടെ ഉണ്ടാവുള്ളൂ. എടാ ആർ എക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്താണ്? 3 × ആർ ബി ആണ്. ഡിവൈഡ് ബൈ ഇവിടെ ഒരു ആർ ബി ഉണ്ട്. ഓക്കെ, എല്ലാവരുടെ ഉള്ളിലും റൂട്ട് ഉണ്ട്. മേലെ വീണ്ടും റൂട്ട് ആർ ബി ക്യാൻസലായി. ബാക്കി ഇവിടെ ആരുണ്ടാവുക? √3 മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. സോ ആൻസർ വിൽ ബി ദാറ്റ് ഈസ് ഈക്വൽ ടു √3 ആണ് ആൻസർ കിട്ടുക. ഇതിലേത് ഓപ്ഷനാണ് മക്കളെ √3ക്ക് ഇക്വലൻ്റ് ആയിട്ട് വരിക? ഏത് ഓപ്ഷനാണോ അത് അങ്ങോട്ട് ടിക്കറ്റ് വെക്കുക കേട്ടോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ പരിപാടി. സോ ഈ ചാപ്റ്ററിൻ്റെ അവസാനത്തെ ടോപ്പിക്കിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് മക്കളെ. ഏതാണ് ടോപ്പിക്ക്? കെപ്ലറിൻ്റെ പ്ലാനറ്ററി മോഷൻ്റെ ബന്ധപ്പെട്ടിട്ട് 3 നിയമങ്ങൾ പഠിക്കാനുണ്ട്. ഫസ്റ്റ് ലോ പേര് പോലെ തന്നെ കണക്ട് ചെയ്യാൻ പറ്റും, ലോ ഓഫ് ഓർബിറ്റ്. എടാ ഓർബിറ്റ് എന്ന് പറഞ്ഞ സാധനം എന്താ? എടാ മക്കളെ, ഇതാണ് നമ്മുടെ സണ്ണ്. ശ്രദ്ധിച്ചോളണേ, ഇതാണ് നമ്മുടെ സണ്ണ്. സണ്ണിന് ചുറ്റും പ്ലാനറ്റുകൾ റിവോൾവ് ചെയ്യുന്നത് ഒരു പ്രത്യേക പാത്തിലൂടെയാണ്. ആ പാത്തിനെ വിളിക്കുന്ന പേരാണ് ഓർബിറ്റ്. അതാണ് ഫസ്റ്റ് ലോ. ഫസ്റ്റ് ലോ പറയുന്ന സാധനം എന്താ അറിയോ? പ്ലാനറ്റ്സ് എപ്പോഴും ഒരു ഓർബിറ്റ് കൂടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ആ ഓർബിറ്റിന് പ്രത്യേകത അതിന് 2 ഫോക്കസ് ഉണ്ട്. അതിലേതെങ്കിലും ഒരു ഫോക്കസിലാണ് ആരുണ്ടാവുക? സൺ ഉണ്ടാവുക. ഒന്ന് വായിച്ചു നോക്കുക. Every planet moves around the sun in an elliptical orbit with the sun at one of the foci. സൺ ഏതെങ്കിലും ഒരു ഫോക്കസിൽ ഉണ്ടാകും. ഓക്കെ, സണ്ണ് പ്ലാനറ്റ് പ്ലെയിൻ ഒക്കെ എന്താണ്? ഒരൊറ്റ പ്ലെയിനിലാണ് ഉണ്ടാവുക. ഇനി നോക്കുക, ഇതാണ് നമ്മുടെ സണ്ണ്, ഇതാണ് ഫോക്കസ്. ഈ ഫോക്കസ് കൂടെ പാസ് ചെയ്യുന്ന ലൈൻസ് വരച്ചു കഴിഞ്ഞാൽ ആ 2 അറ്റം മുതൽ ഒരു ലെങ്ത് കിട്ടും. ഇതാണ് മേജർ ആക്സിസ് എന്ന് പറയും. നമുക്കറിയുന്ന സാധനങ്ങളായിരിക്കും മേജർ ആക്സിസ്. പക്ഷേ ഇങ്ങനെ വെർട്ടിക്കൽ ലെങ്ത് എടുക്കുന്ന സമയത്ത് ഇതാണ് മൈനർ ആക്സിസ്. അങ്ങനെയാണെങ്കിൽ സെമി മേജർ ആക്സിസ് എങ്ങനെ എടുക്കാൻ പറ്റുക? 2a എന്ന് പറഞ്ഞാൽ മേജർ ആക്സിസ് ആണ്, മേജർ ആക്സിസ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പകുതി a എടുത്താൽ എന്ത് കിട്ടും? അത് സെമി മേജർ ആക്സിസ് ആണ്. സെമി മേജർ ആക്സിസ് ആണ്. ഓക്കെ, പഠിച്ചു വെക്കുക കേട്ടോ. സെമി മേജർ ആക്സിസ് ആണ്. അതുപോലെ തന്നെ 2b എന്ന് പറഞ്ഞാൽ മൈനർ ആക്സിസ് ആണെങ്കിൽ ബി എടുക്കുന്ന സമയത്ത് അതിൻ്റെ പകുതിയാക്കിയാൽ മതി. സെമി മൈനർ ആക്സിസ്. ഓക്കെ, ഇത്രയുള്ള പരിപാടി. ഫസ്റ്റ് ലോ ഓവർ. അങ്ങനെയാണെങ്കിൽ മക്കളെ നമ്മൾ സെക്കൻഡ് ലോയിലോട്ട് പോവാണ്. ലോ ഓഫ് ഏരിയാസ്. ശ്രദ്ധിച്ചോട്ടോ, ലോ ഓഫ് ഏരിയാസ്. ഏരിയാസ്. അപ്പോൾ ഇവിടെ ഏരിയ ഈക്വൽ ആണ്, അതാണ് കൺസെപ്റ്റ്. ഒരു പ്ലാനറ്റ് സണ്ണിന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ചില ഭാഗത്തെത്തും പ്ലാനറ്റിന് സ്പീഡ് കുറവായിരിക്കും.
ഓക്കെ, അപ്പോൾ ആലോചിച്ച് നോക്കണം. ഞാൻ ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാകും. ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് ഈ പ്ലാനറ്റ് ഇങ്ങനെ കറങ്ങി എത്താൻ എടുക്കുന്ന ടൈം ടി ആണെങ്കിൽ അതേ ടൈം കൊണ്ട് ഈ പ്ലാനറ്റ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇത്രയും ഡിസ്റ്റൻസ് കവർ ആയിട്ടുണ്ടാവും. അപ്പം ഇവിടെ സ്പീഡ് കുറവാണ്, കുറഞ്ഞ് മെല്ലെ വരും. ഇവിടെ എത്തുമ്പോൾ സ്പീഡ് ഇങ്ങനെ കൂടി വരും, പിന്നെ വീട് ഇങ്ങനെ കുറഞ്ഞ് വരും. ഇതാണ് സംഭവിക്കുക. പക്ഷേ ഏത് ടൈം എടുത്താലും ഈ പ്ലാനറ്റ് ഇങ്ങനെ കറങ്ങണ സമയത്ത് ഇത് കവർ ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയ ഇവിടെ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഒന്ന് വായിച്ചു നോക്കുക മക്കളെ. ദ ലൈൻ ജോയിനിങ് സൺ ടു ദ പ്ലാനറ്റ് സ്ലീപ്പ് അല്ല കേട്ടോ, സ്ലീപ്പോ ക്ലാസ് കേട്ട് ഉറങ്ങുന്നവരുണ്ടെങ്കിൽ ഒന്ന് എണീക്കുക കേട്ടോ. സ്വീപ്സ് എന്നാണ് കേട്ടോ, സ്ലീപ്പ് അല്ല. സ്വീപ്സ് ഈക്വൽ ഏരിയാസ് ഇൻ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം ആണ്. ഏരിയ ഇവിടെ ഈക്വൽ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി എഴുതി വെച്ചോ, ഏരിയ കവർ ചെയ്യുന്നത് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഞാൻ ഈ പേര് കൊടുക്കുകയാണ്, ഏരിയൽ വെലോസിറ്റി എന്ന പേര് കൊടുക്കുക. ഏരിയൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, സോ ഏരിയൽ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷനും കൂടെ പഠിച്ചു വെക്കുക. ഏരിയൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഏരിയ ബൈ ടൈം ആണ്. ചേഞ്ച് ഇൻ ഏരിയ ബൈ അതിന് കറസ്പോണ്ടിങ് ടൈം ആണ്, അല്ലെങ്കിൽ ആംഗുലാർ മൊമെന്റം ബൈ 2 ഇൻറ്റു മാസ് ആണ്. എൽ എന്ന് പറഞ്ഞാൽ ആംഗുലാർ മൊമെന്റം. സോ കെപ്ലറിന്റെ സെക്കൻഡ് ലോ ഓവർ. അങ്ങനെയാണെങ്കിൽ തേർഡ് ലോയിലേക്ക് നമുക്ക് പോവാം. കഴിഞ്ഞു മക്കളെ, ലാസ്റ്റ് വൺ, ലോ ഓഫ് പീരിയഡ്സ്. ലോ ഓഫ് പീരിയഡ് വളരെ സിമ്പിൾ ആണ്. ഒരു പ്ലാനറ്റ് കംപ്ലീറ്റ് ഇങ്ങനെ കറങ്ങി വരാൻ എടുക്കുന്ന ടൈമിനെ വിളിക്കുന്ന പേരാണ് ടൈം പീരിയഡ്. ശ്രദ്ധിച്ചോളനെ, ക്യാപിറ്റൽ ടി ആണ് ഇവിടുത്തെ ടൈം പീരിയഡ് എന്ന് സങ്കല്പിച്ചോ. ടൈം പീരിയഡ്. അങ്ങനെയാണെങ്കിൽ ലോ ഓഫ് പീരിയഡ് പറയുന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. സ്ക്വയർ ഓഫ് ദി ടൈം പീരിയഡ്. ഈ സിമ്പിളിന്റെ പേരെന്താ? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എ എന്താ? സെമി മേജർ ആക്സിസ്. അതിനൊരു ക്യൂബും കൂടി കൊടുത്താൽ എന്താ സംഭവിക്കുക? ക്യൂബ് ഓഫ് സെമി മേജർ ആക്സിസ്. ഇതാണ് എന്ത്? ലോ ഓഫ് പീരിയഡ്. എങ്ങനെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് പഠിക്കുക? സ്ക്വയർ ഓഫ് ദി ടൈം പീരിയഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് ദി സെമി മേജർ ആക്സിസ്. ഇതാണ് ലോ ഓഫ് പീരിയഡ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ നിങ്ങൾ പഠിക്കേണ്ട ഇക്വേഷൻ കൂടിയാണ് ടൈം പീരിയഡിന്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു പൈ സ്ക്വയർ ബൈ ക്യാപിറ്റൽ ജി. ജി അല്ല 4 ആണ്, മൈ മിസ്റ്റേക്ക്. ഓക്കെ, എല്ലാം പോട്ടെ. 4 ഇൻറ്റു പൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ജി ഇൻറ്റു മാസ് ഓഫ് സണ്ണ് ഇൻറ്റു ആർ ക്യൂബ് ആണ്. ഇക്വേഷൻ പഠിക്കണം. ഇവിടെ നോക്കുക, 4 പൈ സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്, ജി കോൺസ്റ്റന്റ് ആണ്, മാസ് ഓഫ് സണ്ണ് നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ടൈം പീരിയഡിന്റെ സ്ക്വയർ എന്തിനു കൂടി പ്രൊപ്പോർഷൻ ആയിട്ട് കിട്ടും? ആർ ക്യൂബിന് പ്രൊപ്പോർഷൻ ആയിട്ട് കിട്ടും. അതിനർത്ഥം T1/T2 ഓൾ റേസ് ടു സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്തായിട്ട് എടുക്കാൻ പറ്റും? R1/R2 ഓൾ റേസ് ടു ക്യൂബ് ആയിട്ട് എടുക്കാൻ പറ്റും. ഈ ഇക്വേഷൻസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇതോടുകൂടെ നമ്മുടെ ചാപ്റ്റർ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. സോ ലാസ്റ്റ് ആ ഒരു ക്വസ്റ്റിനോട് നമുക്കൊന്ന് പോവാം. ഓക്കെ, ലാസ്റ്റ് ഒരു ഒറ്റ ക്വസ്റ്റ്യൻ കൂടി ഉള്ളൂ. ഓക്കെ, ലെറ്റ് capital A be the area swept by the line joining Earth and Sun during October 2012. 2012 ഒക്ടോബർ മാസത്തിൽ കംപ്ലീറ്റ് ആയിട്ട് എർത്തും സണ്ണും തമ്മിൽ കറങ്ങുന്ന സമയത്ത് കവർ ചെയ്ത ഏരിയ ആണ് ക്യാപിറ്റൽ എ ആയിട്ട് കാണിച്ചു. എടാ 2012 2014 ഏത് മാസം ആയിക്കോട്ടെ, ഒക്ടോബറിൽ എത്ര ദിവസം ഉണ്ടാവും? ഒക്ടോബറിൽ ടോട്ടൽ 31 ഡേയ്സ് ആണ് ഉണ്ടാവുക. 31 ഡേയ്സ്. ഓക്കെ, ചോദ്യം ഇതാണ്, ദ ഏരിയ സ്വെപ്റ്റ് ബൈ ദ സെയിം ലൈൻ ഡ്യൂറിങ് ഫസ്റ്റ് വീക്ക് ഓഫ് ദാറ്റ് മന്ത്. ആദ്യത്തെ ഒരു വീക്കിൽ എത്ര ഏരിയ കവർ ആയിട്ടുണ്ടാവും? എടാ മക്കളെ, ഫസ്റ്റ് വീക്ക് എന്ന് പറയുമ്പോൾ എത്ര ഡേയ്സ് ഉണ്ട്? ഫസ്റ്റ് വീക്ക് എന്ന് പറയുമ്പോൾ 7 ഡേയ്സ് ഉണ്ട്. 7 ഡേയ്സ് ഉണ്ട്. ഓക്കെ, 7 ഡേയ്സ് ഉണ്ട്. സോ ടോട്ടൽ 31 ഡേയ്സിൽ കവർ ചെയ്ത ഏരിയ അതിവിടെ തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ എ ആണ് ഏരിയ. അങ്ങനെയാണെങ്കിൽ ഈ 7 ഡേയ്സിൽ എത്ര ഏരിയ കവർ ആയിട്ടുണ്ടാവും? ടോട്ടൽ ഏരിയ കവർ ആണെങ്കിൽ 31 ദിവസമായിരുന്നു. അപ്പോൾ 7 ദിവസം കൊണ്ട് എത്ര ഏരിയ ഉണ്ടാവും? അത് കിട്ടണമെങ്കിൽ സിമ്പിൾ പരിപാടിയാണ്. 7 ദിവസത്തെ ഏരിയ കാണണമെങ്കിൽ 7 എന്നിവിടെ ഉണ്ടെങ്കിൽ ആ 7 ഇവിടെ എഴുതി വെക്കുക. ടോട്ടൽ എത്ര ദിവസം ഉണ്ടായിരുന്നു? 31. സോ ടോട്ടൽ 31 ഇൻറ്റു ടോട്ടൽ ഏരിയ എ. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. സോ 7A/31 ഓപ്ഷൻ സി ഈസ് ദി റൈറ്റ് ആൻസർ. എടാ സംഭവം ഇത്രയേ ഉള്ളൂ. 31 ദിവസം കൊണ്ട് ടോട്ടൽ ഏരിയ എ ആണ് കവർ ആയത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ ലോജിക്ക് ഉണ്ടാക്കി തരാം. ശ്രദ്ധിച്ചോളണേ.
31 ഡേയ്സിൽ നിന്ന് ടോട്ടൽ കവർ ചെയ്ത ഏരിയ ക്യാപിറ്റൽ എ ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഡേയ്സിൽ എത്ര ഏരിയ കവർ ആയിട്ടുണ്ടാകും? 31 ഡേയ്സിൽ എ ആണെങ്കിൽ ഒരു ഡേ കിട്ടണമെങ്കിൽ എടാ ഇവിടെ 31 ബൈ 31 ചെയ്തുകൊണ്ടല്ലേ 1 കിട്ടുക. അപ്പോൾ ഇവിടെയും ബൈ 31 ചെയ്യുക, ഇവിടെയും ബൈ 31 ചെയ്യുക. അപ്പോൾ ഇവിടെ ചെയ്യുന്ന സമയത്ത് നമുക്ക് 1 കിട്ടി. ഒരു ഡേയ്സിൽ എത്ര, ഒരു ഡേ ഡേയ്സ് പറയണ്ട, ഡേ എത്ര വരും? എ ബൈ 31 ആയിട്ട് മാറും. സോ ഒരു ദിവസം എത്രയായി? എ ബൈ 31 ആണ് കവർ ചെയ്ത ഏരിയ ഒരു ദിവസത്തിൽ. അങ്ങനെയാണെങ്കിൽ 7 ഡേയ്സിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുക? 7 ഡേയ്സ് എടാ ഒരു ദിവസത്തിൽ ഇത്രയും ഏരിയ ഉണ്ട്. 1 ഇൻറ്റു 7 ചെയ്യുമ്പോഴല്ലേ 7 ഡേയ്സ് ആയിട്ട് മാറുക. അപ്പോൾ ഇവിടെയും ഇൻറ്റു 7 ചെയ്യണം. അങ്ങനെ ഇൻറ്റു 7 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ വരിക 7 ഇൻറ്റു എ ബൈ 31. ഇതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ആൻസർ ആണ് നമ്മുടെ ഓപ്ഷൻ സി എന്ന് പറയുന്ന ആൻസർ. ഓക്കെ, ഇതോടുകൂടെ നമ്മുടെ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. +1 ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കിട്ടോ. ഓക്കെ, കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോൾ ഒരു ഡൗട്ട് വന്നിട്ടുണ്ടായിരുന്നു, ഇത് തൊട്ട് മുന്നേ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിന് തോന്നുന്നുണ്ടല്ലേ ഒരു ചോദ്യം ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല, നിങ്ങൾക്ക് വിട്ടുതന്നിരുന്നു. ഏതാണ് ചോദ്യം? പാർട്ട് 3 മുന്നെയാണ് ആ ചോദ്യം. ഐ തിങ്ക് യെസ്, ദിസ് വൺ. സാറേ ഇതെങ്ങനെ ചെയ്യാമെന്നുള്ള സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് സൊല്യൂഷനിൽ എഴുതി വെച്ചതാണ്, ജസ്റ്റ് കാണിച്ചത് എന്താണ് സംഭവിച്ചെന്നുള്ളത്. ഇതുവരെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഞാനിത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇക്വേഷൻ ആക്കി തന്നിരുന്നു, ഓർമ്മയുണ്ടോ? ഇപ്പോൾ ഇവിടെ 9 ബാക്കിയുണ്ട്. സോറി, മൈ മിസ്റ്റേക്ക്. ഇവിടെ 9 ബാക്കിയുണ്ട്, ഇവിടെ x² ഉണ്ട്. ക്രോസ് അടിക്കുമ്പോൾ നമുക്ക് കിട്ടും 9x² എന്ന് കിട്ടും. ഈക്വൽ ടു ഇവിടെ 1 ഉണ്ട്, ഇവിടെ എന്തോ ടേം ക്രോസ് അടിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടും എന്താ? 1 ഇൻറ്റു r - x², r - എക്സിൻ്റെ സ്ക്വയർ ഒക്കെ. എന്നിട്ട് ഞാൻ അതിന് എക്സ്പാൻഡ് ചെയ്ത് വെച്ചിട്ടാണ് പോയത്, ബാക്കി നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. എടാ കിട്ടാത്തവരുണ്ടെങ്കിൽ നോക്കിക്കോ, ഇത് എക്സ്പാൻഡ് ചെയ്യണ്ട, പകരം ഈ സ്റ്റെപ്പിൽ നിന്ന് നമ്മൾ 2 സൈഡിന് റൂട്ട് അടിക്കുക. അപ്പം നമുക്ക് പെട്ടെന്ന് ആൻസർ എത്താൻ പറ്റും കേട്ടോ. ഞാൻ അപ്പോഴത്തെ ഒരു ഹറിബറിയിൽ പെട്ടെന്നായി പോയതാട്ടോ. നമുക്ക് എന്താ വെച്ചാൽ ഒരുപാട് ചാപ്റ്റർ കവർ ചെയ്യാനുണ്ട്. ഓക്കെ, ശ്രദ്ധിച്ചോ. അപ്പോൾ കംപ്ലീറ്റ് ഒരുമിച്ച് റൂട്ട് അടിക്കുക. ഇവിടെയും റൂട്ട് അടിക്കുക, ഇവിടെയും റൂട്ട് അടിക്കുക. അപ്പോൾ √9 എന്താണ്? 3 ആണ്. √x² എന്താണ്? x ആണ്. √r - എക്സിൻ്റെ സ്ക്വയർ ആണെങ്കിൽ ആ സ്ക്വയർ റൂട്ട് ക്യാൻസൽ ആകും, ബാക്കി r - x അല്ലേ ഉണ്ടാവുള്ളൂ. ആ -x ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക, അപ്പോൾ എന്താവും? +x ആവും. സോ 3x + x എന്താണ്? 4x = r ആയിട്ട് മാറും. എടാ 4x = r ആണെങ്കിൽ x = എന്താ വരിക? r/4 ആണ് വരിക. സോ ഓപ്ഷൻ ബി ആണ് എന്ത് വരിക? ആൻസർ ആയിട്ട് വരിക കേട്ടോ. കിട്ടാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് റെഫർ ചെയ്തിട്ടോ, നല്ല അടിപൊളി ചോദ്യമാണ് കേട്ടോ. ഓക്കെ, സോ ഇതോടുകൂടെ ചാപ്റ്റർ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി നിങ്ങൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, ഉഷാറാക്കിയിട്ട് എടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, ബൈ ബൈ.